VT ബൽറാമിന്റെ ഈ പോസ്റ്റിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആശയം, ഒരു പാരഗ്രാഫ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ കണക്കുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന്, മുസ്ലിങ്ങളെക്കാളും ഈഴവരടക്കമുള്ള പിന്നാക്ക ഹിന്ദുക്കളെക്കാളും പിന്നാക്ക ക്രിസ്ത്യാനികളെക്കാളും ഇന്ന് സംവരണത്തിന് പ്രയോജനം ലഭിക്കുന്നത് EWS വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ഇത് പൊതുജനങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ രാജ്യത്ത് നിലവിൽ ഭരണഘടനാനുസൃതമായി രണ്ട് സംവരണമാണ് ഉള്ളത്. ഒന്ന് ജാതി സംവരണം, മറ്റൊന്ന് സാമ്പത്തിക സംവരണം. ജാതി സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ജാതീയമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഹൈന്ദവ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ജാതി സംവരണത്തിൽ രണ്ട് കാറ്റഗറി നമുക്ക് കാണാം. ഒന്ന്, അതിനെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് നമുക്ക് വിളിക്കാം. രണ്ടാമത്തേത് എന്താണ്, OBC, അതർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇതില് ജാതീയമായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നതാണ് പിന്നെ ജാതി സംവരണത്തിന് വരുന്നത്. പിന്നീട് മറ്റ് ക്ലാസസ് എന്ന് പറയുന്ന കാസ്റ്റ് ആൻഡ് ക്ലാസ് ഉണ്ട്, ജാതി വർഗം, മറ്റ് പിന്നാക്ക വർഗങ്ങളിലാണ് ഈ OBC വരിക. നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു തരത്തിലും ഇന്ത്യയിൽ ഏതെങ്കിലും പ്രത്യേക മതത്തിന് സംവരണമില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? പ്രത്യേകമായിട്ട് ഒരു മതത്തിന് സംവരണമില്ല. ഞാൻ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസം ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്റ്റേറ്റ് OBC ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90ഓളം വിഭാഗങ്ങൾക്ക് OBC സംവരണം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ആകാശ, അമ്പലക്കാരൻ എന്ന് തുടങ്ങി ആംഗ്ലോ ഇന്ത്യൻ, ഇങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കൾക്കും ഈ നാട്ടിൽ സംവരണം കിട്ടുന്നുണ്ടോ? ഇല്ല. മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ സംവരണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളുടെ നമുക്ക് പെട്ടെന്ന് പറയാം. ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇവിടെ സംവരണം കിട്ടുന്നത് പ്രധാനമായിട്ടും ലത്തീൻ വിഭാഗത്തിനാണ്. പിന്നെ നാടാർ വിഭാഗത്തിന് സംവരണം കിട്ടുന്നുണ്ട്. പിന്നെ OBX എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു വിഭാഗത്തിന് ഇവിടെ സംവരണം കിട്ടുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ കാറ്റഗറിയും കൂടി എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 5% താഴെ ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽ ഈ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ് ക്ലാസ് പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പിന്നോക്കാവസ്ഥ നേരിടുന്ന രീതിയുണ്ട്. നേരെ മറിച്ച് കേരളത്തിലുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് മുസ്ലിം, ദ വോൾ മുസ്ലിം, ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ് OBC ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മുസ്ലിമോർ മാപ്പിള ഇൻക്ലൂഡിംഗ് തുറുക്കാർ ഓർ തുറുക്കൻ ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട്. അപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഇവിടെ സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് എത്ര ശതമാനമാണ്? 12% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സംവരണം ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആകെയുള്ള, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആകെയുള്ള 27% OBC സംവരണത്തിന്റെ 12% എന്തിനു പോകുന്നു? മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. ഇത് ഭരണഘടന അനുസൃതമായിട്ട് ശരിയാണോ തെറ്റാണോ? ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ, ഈ രാജ്യത്ത് രണ്ട് സംവരണം നിലവിലുള്ളൂ. ഒന്ന് ജാതി സംവരണമാണ്, മറ്റൊന്ന് സാമ്പത്തിക സംവരണമാണ്. ഇവിടെ മതസംവരണം ഇല്ല. ആർക്കാണ് മതസംവരണം ഇവിടെ കിട്ടുന്നത്? കേരളത്തില് മുസ്ലിം സമുദായത്തിനാണ്. മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ 12% OBC സംവരണത്തിന്റെ സാധ്യത അനുഭവിക്കുമ്പോൾ ആ 27-ൽ നിന്ന് 12% ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് സംവരണ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിലൂടെ വലിയ ഒരു അനീതി ഈ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ് ഈ അനീതി സംഭവിക്കുന്നത്. ഒന്ന്, OBC വിഭാഗത്തിലേക്ക് ലഭിക്കേണ്ട സംവരണം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 12% കിട്ടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? മറ്റ് പിന്നോക്കാവസ്ഥ നേരിടുന്ന OBC വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സാധ്യതകൾ അവിടെ കട്ട് ഓഫ് ചെയ്യപ്പെടുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട്. അത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സച്ചാർ കമ്മിറ്റിയിൽ അടക്കം പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ 5 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ തന്നെ അവസാനത്തെ 2 വിഭാഗങ്ങളാണ് ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നത്, സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്നത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മുടി വെട്ടുന്നവർ, ബാർബർമാരായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർ, അതേപോലെ തന്നെ ഈ ഇവരുടെ മോസ്കുകളിൽ മുക്രി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള
സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളെയാണ് സംരക്ഷിക്കേണ്ടതെന്നാണ് സച്ചാർ കമ്മിറ്റി അടക്കം പറഞ്ഞത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു അപകടം മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ ഒരു അനീതി സംഭവിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ യഥാർത്ഥത്തിൽ സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ എന്നും സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ തന്നെ ഇരിക്കും. നേരെ മറിച്ച് അവിടെ സംവരണത്തിന് യാതൊരു സാധ്യതയും അവകാശവും ഇല്ലാത്ത സാമൂഹികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ അനീതിയാണ്. ഈ രാജ്യത്തിലെ സംവരണ തത്വത്തെ അട്ടിമറിക്കുന്ന ഒരു അനീതിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം മതസംവരണം എന്ന ഒരാശയത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിലെ തന്നെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് അത് വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റ് OBC വിഭാഗത്തിലുള്ളവർക്ക് വലിയ രീതിയിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രാജ്യത്ത്, ഞാൻ വീണ്ടും പറയുന്നു, ഈ രാജ്യത്ത് ഭരണഘടന പറയുന്നതനുസരിച്ച് ജാതി സംവരണവും സാമ്പത്തിക സംവരണവും മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് മതസംവരണമില്ല. മതസംവരണം ഉപയോഗിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ അത് നിയമത്തിന് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ VT ബൽറാം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഈ കാര്യങ്ങൾ പഠിക്കണം. എന്നിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പേരിൽ തോന്നിവാസം എഴുതി വെക്കാൻ പാടില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃതലത്തിൽ നിൽക്കുന്ന ആളാണ്. ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. 2025 ഏപ്രിൽ 9 അഹമ്മദാബാദിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ AICC റെസല്യൂഷൻ, അതിന്റെ പേരെന്ന് പറയുന്നത് ന്യായപഥ് എന്നായിരുന്നു. ഈ ന്യായപഥിന്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചിരിക്കുന്ന 3 ആവശ്യങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണെന്നറിയോ? ഒന്നാമത്തേത് ജാതി സെൻസസ് നടപ്പിലാക്കുക. രണ്ടാമത്തേത് ജാതി സംവരണം നിലവിലുള്ള 50% നിന്ന് വർദ്ധിപ്പിക്കുക. 3 ജാതി സംവരണം സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക. എന്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഈ കുറച്ചു കാലങ്ങളായി ഈ ജാതി സെൻസസിന് വേണ്ടി മുറവിളി കൂട്ടുന്നു? അതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇവിടെയുള്ള ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉണ്ട്, റിലീജിയസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഹിന്ദുക്കളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടാൻ BJP എന്ന് പറയുന്ന സംവിധാനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായി. അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹിന്ദുക്കൾക്കിടയിലെ ജാതി വേർതിരിവിനെ ട്രിഗർ ചെയ്യാൻ. ഹിന്ദുക്കൾക്കിടയിലെ ജാതി വേർതിരിവിനെ ട്രിഗർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മതവിഭാഗം എന്ന നിലയിൽ ഹിന്ദുക്കൾ ഐക്യപ്പെടുകയല്ല, മറിച്ച് ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ട് എന്നത് വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നതിലൂടെ ഹിന്ദുക്കൾക്കിടയിലെ ഐക്യം അനൈക്യമാക്കി തീർക്കുക. ഒരുപക്ഷെ BJP ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ അധികമായിട്ട് ഇവിടെ ഭരിക്കുന്നതിന് കാരണം ഈ ഹിന്ദു റിലീജിയസ് ഐഡന്റിറ്റി അവരെ ഏകീകരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതായിരുന്നു. അതിനെ മറികടക്കുന്ന ഒരു പൊളിറ്റിക്സ് ഇവിടുത്തെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. അതാണ് ജാതി പൊളിറ്റിക്സ്, കാസ്റ്റ് പൊളിറ്റിക്സ്. അത് ഇവർ ഈ പറയുന്ന, നമ്മൾ ഇന്ന് ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വർഗീയത മാത്രമല്ല, ജാതീയമായിട്ടുള്ള വർഗീയതയുണ്ട്. ഞാൻ പറയും, ജാതീയമായ വർഗീയതയാണ് മതപരമായിട്ടുള്ള വർഗീയതയേക്കാൾ ഈ രാജ്യത്തെ പിന്നോട്ടടിക്കുക. കാരണം ജാതീയതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംവരണ തത്വം ഭരണഘടനാ ശില്പികൾ നടപ്പിലാക്കുകയും അത് 10 വർഷത്തിനുള്ളിൽ ആ സംവരണം സാമ്പത്തിക സംവരണത്തിലേക്ക് മാറ്റുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ജാതി സംവരണത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിലൂടെ ഈ രാജ്യത്തിന്റെ സാമൂഹിക സ്ഥിതിയെ വീണ്ടും വീണ്ടും ജാതി ചിന്തകൾക്ക് അടിമപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടത്തുക. അപ്പൊ അതുകൊണ്ട് VT ബൽറാം ഇത് പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറയണം. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കേരളത്തിൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായി SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യം പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്, സംവരണം ജനസംഖ്യാനുപാതികമാക്കണം. കേരളത്തിലേക്ക് വരാം. നിലവിൽ OBC കാറ്റഗറിയിൽ ഏകദേശം 90ഓളം ജാതി വിഭാഗങ്ങളുണ്ട്. മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗത്തിന് മൊത്തത്തിലാണ് സംവരണം നൽകുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ 2-3 കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് സംവരണം കിട്ടുന്നത്. നിലവിലത്തെ ജനസംഖ്യാനുപാതം എന്താണ്? ഇവിടെ നമ്മൾ ഈ പ്രാവശ്യത്തെ സെൻസസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം,
ന്യൂനപക്ഷ വിഭാഗങ്ങളായ കേരളത്തിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ജനസംഖ്യ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനസംഖ്യയും വലിയ കുറവ് വന്നിട്ടില്ല, പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോവാന്നറിയോ? ജാതി സെൻസസ് നടപ്പിലാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ഒഴികെയുള്ള മതവിഭാഗങ്ങളുടെ ജനസംഖ്യ താഴെ പോകും. ഉദാഹരണത്തിന് ഈഴവ അല്ലെങ്കിൽ ബില്ലാവ തീയ വിഭാഗങ്ങൾ എടുക്കുക. അവരുടെ ജനസംഖ്യ താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം തത്വം നടപ്പിലാക്കണമെന്നുള്ള മുറവിളിയിലൂടെ ആരാണ് നഷ്ടം സഹിക്കേണ്ടി വരിക? ആരാണ് ലാഭം? ജനസംഖ്യയിൽ കുറവുള്ളവരുടെ ഇപ്പം ഈഴവ ബില്ലാവ തീയ വിഭാഗങ്ങൾക്ക് 12% സംവരണം കിട്ടുന്നത് എങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേർതിരിക്കുമ്പോൾ അത് വീണ്ടും താഴെ പോകും, 12-ൽ നിന്ന് താഴെ പോകും. നേരെ മറിച്ച് ഇവിടെ മതസംവരണം എന്ന നിലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിൽ ഒരു സംവരണം കിട്ടുന്നതുകൊണ്ട് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ കേരളത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 12% എന്നുള്ളത് 14-ലേക്കോ 16-ലേക്കോ ഒക്കെ വർദ്ധിക്കും. അപ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അറിഞ്ഞോ അറിയാതെയോ പ്രീണന രാഷ്ട്രീയം സ്വീകരിക്കുകയാണ്. ഇവിടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമായിട്ട് അത് മാറ്റപ്പെടുകയാണ്. ഇതാണ് അപകടം.